ഞങ്ങളിന്ന് തിരുപ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിലാട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പാലക്കാട് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടാണ് ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. നേരത്തെ പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാലക്കാട് തൃശ്ശൂർ വിട്ട് പാലക്കാട് ജില്ലയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് സംസാരമൊക്കെ കേൾക്കാം. അപ്പോൾ രാവിലെ 4:30ക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. മഴക്കാരാണോ അത്? അല്ലല്ലോ, മോനാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാർ പോലെയൊക്കെ ഉണ്ട് കാണുമ്പോഴേ, കാർമേഘം. കേരളം വിട്ടാ തമിഴ് പറയണം. ബോർഡർ അല്ലേ? കുറച്ചൊരു പോട്ടങ്ങട് ഇവിടെ നല്ല പെട്രോൾ ആവില്ല പറയടി. ഞങ്ങൾക്ക് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. സാധനം കഴിഞ്ഞാ ആയിട്ടില്ലടി, 9:15 സേലത്തുള്ളൂ. ഇപ്പോൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്ക് എങ്ങോട്ടാ റൈറ്റാ? ഇതല്ലേ ഇതാ എന്തെന്ന് അപ്പോൾ ഞങ്ങൾ 3 മാസം മുന്നാണ് കേട്ടോ ദർശനം കിട്ടാനായിട്ട് ബുക്ക് ചെയ്തത്. ഏതാണ്ട് വിഷുവിൻ്റെ ഒക്കെ അവസരത്തിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്നൊക്കെയാണ് ബുക്കിംഗ് കിട്ടിയത്. ജൂലൈ 4 രാത്രി 10 മണിക്ക് വിർച്വൽ സേവ ദർശന ടിക്കറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സേലത്ത് എത്തിയിട്ടില്ല, സേലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:30ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടത്. എത്രാമത്തോളാ? 1200 കൊടുക്കേണ്ടി വരുന്നുണ്ട് തിരിച്ച്. ഇവിടെ നല്ല ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉള്ള ടോള്. പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം, പഴം, മിക്സർ, ലഡു ഇതൊക്കെ ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ട് സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട്.
ശരവണഭവൻ 2.4 കിലോമീറ്റർ. ഇതിലെ പോണെങ്കിൽ നമ്മുടെ സെയിം ഡിസ്റ്റൻസും സമയമൊക്കെ കറക്റ്റാണ്. പക്ഷേ ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? പാകത്തിന് കഴിച്ചാൽ മതി. കഴിക്കണ്ട. ഉണ്ണിയപ്പുണ്ട്, ഇഡ്ഡലി ഉണ്ട്, നെയ്ച്ചോറുണ്ട്. എവിടെ ശരവണവൻ? ശരവണഭവൻ ഇനി അതൊന്നും വേണ്ട, വെറുതെ സമയം വേസ്റ്റ് ആവില്ലേ? പതിനാറെന്ന് പറഞ്ഞാൽ എന്താ? മൈലേജ് ഓടിച്ചല്ല, ഇപ്പൊ ഓടിച്ചത് 20-22 ഉണ്ടാവും, 23 ഉണ്ടാവും. ഏതെങ്കിലും സ്ഥലം കണ്ട ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ ആവറേജ് എത്ര? നിർത്തൂട്ടാ. മൈലേജ് കൂട്ടാനാണ് ഉദ്ദേശം. തിരുപ്പതി പോണേക്കാളേ അല്ല. അപ്പോ അതന്നെ ഭഗവാനെ കാണുന്നതല്ല വലുത്. അതുണ്ട്. പക്ഷെ ഇല്ലാത്തൊരു ഒട്ടടിക്കണ്ട. എക്സൈറ്റ്മെന്റ് കാര്യം. മുട്ടയടിച്ചിട്ട് സ്റ്റാറ്റസ് കണ്ടോ മാളുക 10 രൂപയ്ക്ക് മുട്ടയടിച്ചു. ഇതൊക്കെ നല്ല സീനറികളാട്ടാ കാണാനായിട്ട്. ഇപ്പൊ സമയം 11 മണിയായി. 11 മണി കഴിഞ്ഞു. ഇവിടെയൊക്കെ 2 സൈഡിലും നിറയെ അമ്പലങ്ങൾ കാണാനുണ്ട് കേട്ടോ പോണ വഴിയിൽ. ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളാണ്. പിന്നെ ഈ കല്ലുംകൂട്ടങ്ങളുള്ള വലിയ കുന്നുകളും മലകളും. കണ്ട ഗോൾഡൻ ടെമ്പിൾസ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്താൻ പോവാട്ടാ. ഒരു നല്ല സ്ഥലം കിട്ടിയ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാണ് കഴിക്കണത്. നെയ്ച്ചോറും സാലഡും. ചോറൂടെ കളഞ്ഞു. മുന്നേത്ത് കാണിച്ചോ? നല്ലൊരു കാമായിട്ടുള്ള പ്ലേസ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം യാത്ര തുടർന്നു. ഇപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അമ്പൂരി കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 11:45 ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓടിച്ചോളൂ. ആന്ധ്രാപ്രദേശിൽ നിറച്ചിങ്ങനത്തെ കല്ലും കൂട്ടങ്ങളുള്ള മലകളാട്ടോ.
തിരിച്ചു തരൂ. അത് പിടിക്കണം. ഈ ട്രെയിൻ കണ്ട ഈ ട്രെയിൻ തിരുപ്പതി സ്റ്റേഷനിലേക്കാട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിനിനേക്കാളും വേഗത്തിൽ അത് പിടിക്കണം. ആ ട്രെയിനോട് എത്തിയിട്ടില്ല. ഏതാണ്ട് തിരുപ്പതിയിലേക്ക് നമ്മൾ എത്താറായി ഉണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട് ട്രെയിൻ. അമ്മ തരാൻ പറയൂ. നമ്മൾ അമ്പലം ഗോപുരം അതല്ലേടാ അല്ലേ? നോക്കണുണ്ടോ. റൂം എടുത്തു. റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ തിരുമലയിലേക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇറങ്ങി പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ. റൂമിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ്. അപ്പോൾ തിരുമലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിയിട്ടാ സമയം. റൂമിലെത്തിയത് 2:30. അപ്പോൾ തിരുമലയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മൾ റൂമിൽ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ച് വണ്ടിയിൽ യാതൊന്നുമില്ല കേട്ടോ. വണ്ടിയിലത്തെ എല്ലാ സാധനങ്ങളും റൂമിൽ ഇറക്കി വെച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഭയങ്കര ചെക്കിങ് ഒക്കെയാണ് തിരുമലയിലേക്ക് കിടത്തുമ്പോൾ തന്നെ. അപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്തതൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നു. നമ്മൾ പിന്നെ അത് വെച്ചിട്ട് നല്ല റോഡും നല്ല വഴികളും. അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഡാഡിക്ക് കൊടുക്കൂ. ഇട്ടാണ് പോകുന്നത്. ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രമുള്ള നമ്മുടെ കയ്യിലുണ്ടാവും. ഇതാണ് തിരുമലയിലേക്കുള്ള ഫസ്റ്റത്തെ കവാടം. ഈ കവാടം ഞങ്ങൾ കടന്നു കേട്ടോ. കടന്നു എന്ന് പറയാം. കടന്നു. ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. ബസ്സുകളുണ്ട് ഇവിടുന്ന് കുറേ. നെക്സ്റ്റ് കവാടം എത്തി നമ്മൾ. സെക്കൻഡ് കവാടം. ഇവിടെയാണ് ചെക്കിംഗ് ഉള്ളത് കേട്ടോ വണ്ടികളുടെ. ചെക്ക് പോസ്റ്റാണോ? അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും ഇറങ്ങി നടക്കണം. 3 ഓട്ടം കാറില്ല. ബാക്കി ഞങ്ങളെല്ലാവരും ചെക്കിങ്ങിനായിട്ട് ഇറങ്ങി നടക്കണം. കാർ ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി വെച്ച് ചെക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ് ഞാൻ. അപ്പോൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുമലയിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടോ. അരിപിരി ചെക്ക് പോസ്റ്റ് എന്നാണ് പറയാം ആ ചെക്ക് പോസ്റ്റിനേട്ടാ. അപ്പോൾ അവിടെ ഫുള്ള് കാറും നമ്മളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് തിരുമലയിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അവിടെ നിന്ന് 19 കിലോമീറ്റർ ഉണ്ട് തിരുമലയിലേക്ക് കേട്ടോ. അപ്പോൾ അത് 28 മിനിറ്റിനുള്ളിലാണ് നമ്മൾ തിരുമലയിൽ എത്തേണ്ട. കറക്റ്റ് സമയമൊക്കെ തന്നിട്ടുണ്ട്. അതിന് മുന്നേ എത്താന്ന് വെച്ചാൽ നമ്മൾ ഫൈനൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ വെള്ള കളറൊക്കെ കാണുന്നത് ടൗണിലുള്ള ബിൽഡിങ്സാണ് കേട്ടോ. നമ്മൾ നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ കാറ് പതുക്കെ സ്ലോ ആക്കിയിട്ട് നോക്കി പിടിച്ചതാണത് ബിൽഡിങ്സ്. നമ്മൾ വരുമ്പോൾ കാണുന്ന ടൗണിലുള്ള ബിൽഡിങ്സാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ തിരുമലയിലെത്തി. അവിടെയുള്ള കാഴ്ചകളാണ്. ഞങ്ങൾക്ക് തൊഴാനുള്ള സമയം 10 മണിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഇവിടെ 2 സൈഡിലും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മഠങ്ങൾ അവിടെ നമ്മൾ ബുക്ക് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോൾ ഒഴിവായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവർ തരുന്നുണ്ട്. റൂംസ് ഒഴിവുണ്ടെങ്കിൽ താമസിക്കാൻ സൗകര്യം തരും കേട്ടോ. അങ്ങനെയാണെന്ന് കേട്ടെ. അപ്പം ഞങ്ങൾ ക്യൂ നിൽക്കേണ്ട സ്ഥലം അന്വേഷിച്ചിട്ട് യാത്രയാണ്. അതിനിടയിൽ കാറ് പാർക്ക് ചെയ്യും വേണം. അതിനൊക്കെ സ്ഥലം തപ്പി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വേറെ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ വേഗം കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയ ഫോണും ചെരുപ്പൊക്കെ കാറിൽ വെച്ചിട്ട് തൊഴാൻ ദർശനം കിട്ടുന്ന ഓടിപ്പോയി നിൽക്കാനുള്ള ഇതാണ് ചെയ്യുന്നത്.
ATC കാർ പാർക്കിങ്ങാണ് ഞങ്ങൾ അന്വേഷിച്ച് പോകുന്നത്. ഇതൊക്കെ അതേ മഠങ്ങൾ ആൾക്കാർക്ക് താമസിക്കാനുള്ളത് കേട്ടോ. ATC കാർ പാർക്കിങ്ങിലാണ് കാർ പാർക്ക് ചെയ്യാൻ പോകുന്നത്. ATC കാർ പാർക്കിംഗ്. ഇവിടെയൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ, റോഡും പരിസരം. ഇത് ഒരു മ്യൂസിയമാണ് അവിടുത്തെ. ഞങ്ങളവിടെ ഒന്നും കയറിയില്ല. ഇനി വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് നമുക്ക് പരിചയമായി കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. എല്ലാം ഇപ്പോൾ നേരെ നമുക്ക് ദർശനം കിട്ടുക മാത്രമുള്ള ഒരു ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് വേറൊന്നും കവർ ചെയ്യണില്ല. ഓക്കെ.